ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എടുക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ്റെ സെക്കൻഡ് സെക്ഷൻ, അതായത് ഫ്രീക്വൻസി ടേബിളിനെ കുറിച്ചാണ്. മൂന്നാമത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ്റെ സെക്കൻഡ് പോർഷനായ ഫ്രീക്വൻസി ടേബിളിൽ ഫ്രീക്വൻസി എന്തുവാണ് എന്നാണ് ആദ്യം പറയുന്നത്. അതായത് നമ്പർ ഓർ റെപ്പറ്റീഷൻസ് ഓഫ് ആൻ ഒബ്സർവേഷൻ ഈസ് നോൺ ആസ് ഫ്രീക്വൻസി. ഓരോ ഒബ്സർവേഷനും, അതായത് ഓരോ ഐറ്റവും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നതാണ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് ഫ്രീക്വൻസി ടേബിൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, ഫ്രീക്വൻസി ടേബിൾ എത്ര തരമുണ്ട്, അതായത് റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ, പെർസെൻറ്റേജ് ഫ്രീക്വൻസി ടേബിൾ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ, അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ഫ്രീക്വൻസി ടേബിളുണ്ട്, എക്സ്ക്ലൂസീവ് ഫ്രീക്വൻസി ടേബിളുണ്ട്. ഇതിൻ്റെ എല്ലാം കൺസ്ട്രക്ഷനാണ് ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. The number or repetitions of a particular observation in a series is called frequency of the observation. ഇനി നമുക്ക് ഫ്രീക്വൻസി ടേബിളിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് നോക്കാം. A frequency table is that series in which data are presented in a way that exact measurements of units are clearly shown. ഈ ടേബിൾ ഒരു ഫ്രീക്വൻസി ടേബിളിന് എക്സാമ്പിളാണ്. രണ്ട് കോളമാണ്. ഒന്നിൽ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്, രണ്ടാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്. നോക്കൂ, 45 to 50, 50 to 55, 55 to 60, ഇങ്ങനെ കിലോഗ്രാമിലാണ് വെയിറ്റ് തന്നിരിക്കുന്നത്. സെക്കൻഡ് കോളത്തിൽ നമ്മൾ നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഫ്രീക്വൻസി ടേബിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫ്രീക്വൻസി ടേബിൾ? ഫ്രീക്വൻസി ടേബിൾസ് ആർ യൂസ്ഡ് ഫോർ ഈസി ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. വളരെ പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്ത ഡേറ്റയെ തരംതിരിക്കാനും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രീക്വൻസി ടേബിൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. രണ്ട് തരം വേരിയബിൾസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് വേരിയബിൾസും കണ്ടിന്യൂസ് വേരിയബിൾസും. ഇനി ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്താണ് എന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് വേരിയബിൾ മനസ്സിലാക്കാനായി ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം, നിങ്ങളുടെ ഹൗ മെനി മെമ്പേഴ്സ് ആർ ഇൻ യുവർ ഫാമിലി, അല്ലെങ്കിൽ how many students are in your class, അല്ലെങ്കിൽ number of petals in a flower. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം വരുന്നത്? നമ്പർ ഓഫ് പെറ്റൽസ് ഇൻ എ ഫ്ലവർ എന്ന് പറഞ്ഞാൽ 5, 6 അങ്ങനെ, അല്ലെങ്കിൽ 7 അങ്ങനെയുള്ള നമ്പേഴ്സല്ലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുപോലെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ യുവർ ഫാമിലി എന്ന് ചോദിച്ചാലും 4, 5 ഇങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ ഉത്തരമായിരിക്കും വരിക. അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് എന്ന് പറഞ്ഞാൽ 50, 60 ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. ഇങ്ങനെ വരുന്ന വേരിയബിളുകളെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുക. അതായത് കൃത്യമായി നിർവചിക്കാൻ പറ്റുന്ന, കൃത്യമായ എണ്ണം പറയാൻ പറ്റുന്ന വേരിയബിളുകളാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അതേസമയം മറ്റൊരു തരം റാൻഡം വേരിയബിളുകളുണ്ട്, അതാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈറ്റ്, യുവർ ഹൈറ്റ്. ഇപ്പോൾ നമ്മൾ പറയും ഒരാളുടെ ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ. 160 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 160.11 എന്നോ 159.199 ആയിരിക്കും. നമ്മളത് റൗണ്ട് ചെയ്ത് 160 എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ വെയിറ്റ് പറയുകയാണെങ്കിൽ 49 കിലോഗ്രാം അല്ലെങ്കിൽ 50 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 49 എന്ന് പറഞ്ഞാൽ 49.99 അല്ലെങ്കിൽ 50 എന്ന് പറഞ്ഞാൽ 50.11 ആയിരിക്കും. നമ്മൾ റൗണ്ട് ചെയ്ത് 50 എന്ന് പറയുന്നതാണ്. ഇങ്ങനെ പറയുന്ന വേരിയബിളുകളെ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് വേരിയബിൾ. അതായത് നമുക്ക് കൃത്യമായി ഉത്തരം നൽകാൻ സാധിക്കില്ല, അതാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. നമുക്ക് ഫ്രീക്വൻസി ടേബിൾ പറയുമ്പോൾ ഈ രണ്ട് തരം വേരിയബിളുകൾക്കും ഫ്രീക്വൻസി ടേബിൾ നമ്മൾ പറയുന്നുണ്ട്. അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനും ഫ്രീക്വൻസി ടേബിൾ നമ്മൾ ഉണ്ടാക്കും, അതുപോലെ തന്നെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനും നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യമായി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ദ നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഓഫ് 60 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഇസ് ഗിവൺ 4, 3, 3, 2, 3, 4, 5, 7, 10, 6, 3, 9, 6, 3, 4, 5, 5, 8, 7, 8, 6, 9, 7, 2, 7, 6, 5, 11, 4, 4, 3, 5, 6, 6, 7, 6, 5, 7, 6, 4, 5, 6, 10, 8, 6, 5, 4, 5, 6, 4, 5, 5, 6, 5, 4, 6, 7, 5, 8. ഇതാണ് ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ വി മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ ഫോർ ദിസ് ഡേറ്റ?
ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡേറ്റയെ നോക്കിയിട്ട് ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂവും ഏറ്റവും വലിയ വാല്യൂവും കണ്ടെത്തുകയാണ്. ഇവിടെ അത് 2ഉം 11ഉമാണ്. ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഡേറ്റയെ ഓരോ പ്രാവശ്യമായി ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ ഒരു ടേബിൾ വരച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എന്ന ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ വേണമെങ്കിലും എഴുതാം. ആദ്യമായി ഫസ്റ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം ഓരോ വാല്യൂ ആയിട്ട് വായിച്ചിട്ട് സെക്കൻഡ് കോളം വരച്ചിട്ട് അതിലെ ടാലി മാർക്ക് രേഖപ്പെടുത്തണം. ടാലി മാർക്ക് എന്താണെന്ന് അറിയാമോ? ഒരു ചെറിയ വരയാണ്. ഓരോ ഒബ്സർവേഷനും വായിച്ചിട്ട് അതിൻ്റെ നേരെ ഒരു ചെറിയ ടാലി രേഖപ്പെടുത്തുക. നമ്മുടെ ഫസ്റ്റ് ഒബ്സർവേഷൻ 4 അല്ലേ, അപ്പോൾ 4ൻ്റെ നേരെ ഒരു ടാലി വരയ്ക്കുക. സെക്കൻഡ് ഒബ്സർവേഷൻ 3 അല്ലേ, അപ്പോൾ 3യുടെ നേരെ ഒരു ടാലി വരയ്ക്കുക. അടുത്ത ഒബ്സർവേഷനും 3 തന്നെയാണ്, അപ്പോൾ വീണ്ടും 3യുടെ നേരെ ഒരു ടാലി വരയ്ക്കുക. അടുത്ത ഒബ്സർവേഷൻ 2 അല്ലേ, അപ്പോൾ 2ൻ്റെ നേരെ ഒരു ടാലി വരയ്ക്കുക. ഇങ്ങനെ ലാസ്റ്റ് വരെ ഓരോ ടാലി വരയ്ക്കുക. ടാലി മാർക്ക് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ 4 എണ്ണം വീതം ഒരു ഗ്രൂപ്പായി വരയ്ക്കുക. 5th ഈസ് ഡ്രോൺ അക്രോസ് ദ 4 എന്നാണ്. അതായത് 4 എണ്ണം ഒരു ഗ്രൂപ്പായി വരച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടി ക്രോസ് ആയിട്ട് വേണം 5ാമത്തതിനെ രേഖപ്പെടുത്താൻ. ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കണം. ഓരോ ഗ്രൂപ്പിൽ 5 എണ്ണം വീതം കാണണം. അടുത്ത കോളത്തിൽ നമ്മൾ ഫ്രീക്വൻസി എന്ന് രേഖപ്പെടുത്തുക. ഫ്രീക്വൻസി നമ്മൾ ടാലി മാർക്ക് കൗണ്ട് ചെയ്തിട്ട് എഴുതുന്നതാണ് നമ്മളുടെ ഫ്രീക്വൻസി. ടോട്ടൽ നമ്മൾക്ക് ഫ്രീക്വൻസി കൗണ്ട് ചെയ്യുമ്പോൾ 60 സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് 60 വരികയും വേണം. 60 വന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിനകത്ത് എവിടെയോ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കണം. ഫ്രീക്വൻസി വരുന്നത് 2ന് 2 തന്നെയാണ് വരിക, 3ക്ക് 6 വരുന്നുണ്ട്, 4ന് 9, 5ൻ്റെ ഫ്രീക്വൻസി 14 ആണ്, 6ന് 13, 7, 7, 8, 4, 9, 2, 10, 2, 11, 1. ടോട്ടൽ 60 തന്നെ വരുന്നു. 2ന് 2 വന്നാൽ അതിൻ്റെ മീനിങ് 2 ഈസ് റിപ്പീറ്റഡ് 2 ടൈംസ് എന്നാണ്. 3ക്ക് 6 വന്നാൽ മീനിങ് 3 എന്ന് പറയുന്ന ഒബ്സർവേഷൻ 6 ടൈംസ് ആ ഡേറ്റയിൽ ഉണ്ടായിരുന്നു എന്നാണ്. 4ൻ്റെ ഫ്രീക്വൻസി 9 വരുന്നു. അതിൻ്റെ മീനിങ് 4 എന്ന് പറയുന്ന ഡേറ്റ നമ്മളുടെ ക്വസ്റ്റ്യനിൽ 9 ടൈംസ് ഉണ്ടായിരുന്നു എന്നാണ്. 5ൻ്റെ നേരെ 14 വരുന്നു. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്ന ഒബ്സർവേഷൻ 14 ടൈംസ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു എന്നാണ്. അതാണ് ഫ്രീക്വൻസിയുടെ മീനിങ്. അതായത് എത്ര പ്രാവശ്യം ഒരു ഐറ്റം റിപ്പീറ്റ് ചെയ്തു എന്നാണ് ഫ്രീക്വൻസി ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ഡേറ്റയുടെ ഒരു ഫ്രീക്വൻസി ടേബിൾ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. 60 കുട്ടികളുടെ വെയിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫോളോയിങ് ആർ ദ ബോഡി വെയ്റ്റ്സ് ഓഫ് 60 സ്റ്റുഡൻസ്: 51.1, 53, 66.6, 64.2, 63.9, 54.1, 69.7, 36.4, 36.4, 58.8, 64.5, 66.4, 47.8, 54.7, 49, 49.9, 46.2, 52.6, 64.1, 38.3, 79.2, 48.5, 53.4, 51.6, 51.3, 63.5 and 37.8. ഇതിനെ നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഏറ്റവും ചെറിയ വാല്യൂവിനെയും ഏറ്റവും വലിയ വാല്യൂവിനെയും നിങ്ങൾ കണ്ടെത്തണം. അതായത് ഇവിടെ 30.1 ആണ് ഏറ്റവും ചെറിയ വാല്യൂ, അതുപോലെ 79.2 ആണ് ഏറ്റവും വലിയ വാല്യൂ. ഇതിനെ കണ്ടെത്തുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ് ഇൻ്റർവെൽ തീരുമാനിക്കാം. ഇപ്പം 5ൻ്റെ ഇൻ്റർവെൽ വേണമെങ്കിൽ എടുക്കാം, 10ൻ്റെ ഇൻ്റർവെൽ വേണമെങ്കിൽ എടുക്കാം. അത് ഓരോ കുട്ടിക്കും ഇഷ്ടമുള്ള കണക്ക് ചെയ്യാം. സ്യൂട്ടബിൾ ക്ലാസ് ഇൻ്റർവെൽ കണ്ടെത്തുക. ആ സ്യൂട്ടബിൾ ക്ലാസ് ഇൻ്റർവെൽ കണ്ടെത്തുക, അതാണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്ന ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നമ്മൾ 30 to 35, 35 to 40, 40 to 45, 45 to 50, 50 to 55, 55 to 60, 60 to 65, 65 to 70, 70 to 75, 75 to 80. ഇങ്ങനെയാണ് ക്ലാസ് ഇൻ്റർവെൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നേരത്തെ നമ്മൾ പറഞ്ഞത് കണക്ക് തന്നെ ഓരോ വാല്യൂവിനെയും വായിച്ചിട്ട് അത് ഏത് ക്ലാസ് ഇൻ്റർവെൽ വരും എന്ന് നോക്കിയിട്ട് അതിൻ്റെ നേരെ ഒരു ടാലി മാർക്ക് രേഖപ്പെടുത്തുക. അതാണ് സെക്കൻഡ് കോളം ടാലി മാർക്ക് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിനകത്ത് രേഖപ്പെടുത്തേണ്ടത്.
ആദ്യത്തെ ഒബ്സർവേഷൻ നമുക്ക് നോക്കാം. 51.1 51.1 എന്ന് പറയുമ്പോൾ 50ക്കും 55നും ഇടയ്ക്കായിട്ട് നിങ്ങളൊരു ടാലി രേഖപ്പെടുത്തണം. അടുത്ത വാല്യൂ 53. അപ്പോൾ നിങ്ങൾ 50ക്കും 55നും ഇടയ്ക്കായിട്ട് ഒരു ടാലി രേഖപ്പെടുത്തണം. അടുത്തത് 66.6 എന്ന് പറയുമ്പോൾ നിങ്ങൾ 65നും 70ക്കും ഇടയ്ക്കായിട്ട് ഒരു ടാലി രേഖപ്പെടുത്തണം. എല്ലാ ഒബ്സർവേഷൻ്റെയും ടാലി രേഖപ്പെടുത്തിയതിന് ശേഷം അടുത്തതായി തേർഡ് കോളം കൺസ്ട്രക്ട് ചെയ്യുക. ലാസ്റ്റ് കോളമാണ് ഫ്രീക്വൻസി എന്ന് പറയുന്ന നമ്മളുടെ തേർഡ് കോളം. ഈ തേർഡ് കോളത്തിൽ നിങ്ങൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് എഴുതേണ്ടത് ഈ ടാലി മാർക്കിനെ കൗണ്ട് ചെയ്തിട്ടാണ്. ടാലി മാർക്ക് നേരത്തെ പറഞ്ഞ കണക്കാണ് രേഖപ്പെടുത്തേണ്ടത്. അതായത് 4 എണ്ണം വീതം ഓരോ ഗ്രൂപ്പ്. 5th ഈസ് ഡ്രോൺ അക്രോസ് ദ 4. 5ാമത്തെ ഈ 4ൻ്റെയും മേലെ കൂടി വേണം വരയ്ക്കാനായിട്ട്. അങ്ങനെയാണ് ടാലി മാർക്ക് രേഖപ്പെടുത്തേണ്ടത്. ഈ ടാലി മാർക്കിനെ കൗണ്ട് ചെയ്തിട്ടാണ് അടുത്ത കോളമായ ഫ്രീക്വൻസിയിൽ എഴുതേണ്ടത്. ഇതിപ്പോൾ 60 സ്റ്റുഡൻസിൻ്റെ വെയിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ടോട്ടൽ ഫ്രീക്വൻസി കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 60 വരണം. 30 to 35ന് നേരെ ടാലി മാർക്ക് കൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന ഫ്രീക്വൻസി 3 ആണ്. 35 to 40ക്ക് നേരെ ടാലി മാർക്ക് കൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന ഫ്രീക്വൻസി 5 ആണ്. 40ക്ക് 45ന് നേരെ ടാലി മാർക്കിൻ്റെ ഫ്രീക്വൻസി കൗണ്ട് ചെയ്തപ്പോൾ വന്നപ്പോൾ 5 ആണ്. 45 to 50ക്ക് 12, 50 to 55ന് 13, 55 to 60ക്ക് 8, 60 to 65ന് 7, 65 to 70ക്ക് 5, 70 to 75ന് 1, 75 to 80ക്ക് 1. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ 60 വരണം. ടോട്ടൽ 60 വന്നില്ല എങ്കിൽ തെറ്റുണ്ട് എന്ന് കുട്ടികൾ മനസ്സിലാക്കണം. നമ്മൾ ക്ലാസ് ഇൻ്റർവെലിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ക്ലാസ് ഇൻ്റർവെൽ ഇപ്പോൾ 30 to 35. ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് 30 to 35 എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു കുട്ടിക്ക് ഇപ്പോൾ 30 to 35 എടുത്തു, വേറൊരു കുട്ടി 30 to 40, അതായത് 10ൻ്റെ ക്ലാസ് ഇൻ്റർവെൽ എടുത്തെന്നും പറഞ്ഞു. ആൻസർ തെറ്റില്ല. ഏതായാലും ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 60 വരണം, അത്രയേ ഉള്ളൂ. ഇനി ഈ ക്ലാസ് ഇൻ്റർവെലിനെ കുറിച്ച് പറയാം. ഈ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് ആണ്. അതായത് അങ്ങനെ പറയുമെങ്കിലും ക്ലാസ് ഇൻ്റർവെൽ സാധാരണയായി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്ലാസ് ഇൻ്റർവെൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ്സ്, അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോവർ ലിമിറ്റ്സ്. രണ്ട് ക്ലാസ്സുകൾ, അടുത്തടുത്തുള്ള രണ്ട് ക്ലാസ്സുകളുടെ അപ്പർ ലിമിറ്റുകൾ തമ്മിലുള്ള വ്യതിയാനവും അല്ല എങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള ക്ലാസ്സുകളുടെ ലോവർ ലിമിറ്റുകൾ തമ്മിലുള്ള വ്യതിയാനവുമാണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് അറിയപ്പെടുന്നത്. ക്ലാസ് ഇൻ്റർവെലിനെ സാധാരണ നമ്മൾ സി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. അല്ലാതെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റുമായിട്ടുള്ള ഡിഫറൻസ് എടുത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്ന ഒരെണ്ണം പഠിക്കാനുണ്ട്. ആ ഇൻക്ലൂസീവ് ക്ലാസ് എടുക്കുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതേസമയം മറ്റ് ക്ലാസ്സിൽ നിന്നും ഇത് പ്രശ്നം വരുന്നില്ല. എങ്കിലും ക്ലാസ് ഇൻ്റർവെൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് രണ്ട് ക്ലാസ്സുകളുടെ ലോവർ ലിമിറ്റുകളുടെ ഡിഫറൻസ് ആയിട്ടോ അല്ലെങ്കിൽ അപ്പർ ലിമിറ്റുകളുടെ ഡിഫറൻസ് ആയിട്ടോ എടുക്കുന്നതായിരിക്കും ഉചിതം. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എന്താണ് എന്ന് അറിയാമല്ലോ. 30 to 35 എന്ന് പറയുന്ന ക്ലാസ് പറയുകയാണെങ്കിൽ 30 എന്ന് പറയുന്ന ലോവർ ലിമിറ്റും താഴെ വരുന്ന ലോവർ ലിമിറ്റും 35 അതായത് മുകളിൽ വരുന്നത് അപ്പർ ലിമിറ്റുമാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി നമുക്ക് ഇൻക്ലൂസീവ് ക്ലാസ്, എക്സ്ക്ലൂസീവ് ക്ലാസ് എന്നിവ എന്താണ് എന്ന് നോക്കാം. ഇൻക്ലൂസീവ് ക്ലാസ്സിനകത്ത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉൾപ്പെടെ അതിനകത്തുള്ള എല്ലാ വാല്യൂവും ഇൻക്ലൂഡഡ് ആയിരിക്കും. അതായത് ഇൻക്ലൂസീവ് ക്ലാസ്സിനകത്ത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉൾപ്പെടെ അതിനുള്ളിലുള്ള എല്ലാ വാല്യൂവും ഇൻക്ലൂഡഡ് ആയിരിക്കും. എക്സ്ക്ലൂസീവ് ക്ലാസ്സിനകത്ത് ലോവർ ലിമിറ്റ് ഉൾപ്പെടെയുള്ള വാല്യൂകൾ ഇൻക്ലൂഡഡ് ആയിരിക്കും, പക്ഷേ അതിനകത്ത് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്ന വാല്യൂ വരില്ല. അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വാല്യൂ മാത്രമേ വരികയുള്ളൂ. ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എന്താണ് എന്ന് നോക്കാം. ആൻ ഇൻക്ലൂസീവ് ക്ലാസ് ഇൻക്ലൂഡ്സ് ഓൾ ഐറ്റംസ് ബിറ്റ്വീൻ ദ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് ഇൻക്ലൂഡിംഗ് ദ ലിമിറ്റ്സ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കോളം മാർക്സ്, സെക്കൻഡ് കോളം ഫ്രീക്വൻസി തന്നിരിക്കുന്ന ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. നോക്കൂ. 10 to 19, 20 to 29, 30 to 39, 40 to 49, 50 to 59, 60 to 69, 70 to 79. ഫ്രീക്വൻസി 3, 5, 7, 11, 12, 8, 4. ടോട്ടൽ വരുന്നത് 50 ആണ്. 10 to 19 എന്ന് പറഞ്ഞാൽ 10ഉം 19ഉം ഉൾപ്പെടെ അതിന് ഇടയ്ക്ക് വരുന്ന വാല്യൂവും എല്ലാം അതിനകത്ത് ഉൾപ്പെടെയാണ്. അങ്ങനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത്. 20 to 29 എന്ന് പറഞ്ഞാൽ 20ക്കും 29നും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂവും വരികയും ചെയ്യും. 20യും വരും, 29ഉം വരും. ഇനി നമുക്ക് എക്സ്ക്ലൂസീവ് ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇൻ എക്സ്ക്ലൂസീവ് ക്ലാസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് ഈസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ നെക്സ്റ്റ് ക്ലാസ്, ബട്ട് the upper limits are not included in the exclusive classes.
ഇതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. ഈ ടേബിൾ നോക്കൂ. വെയ്റ്റ് ഫ്രീക്വൻസി ആണ്. വെയ്റ്റ് 30 to 35, അതിൻ്റെ ഫ്രീക്വൻസി 3, 35 to 40, അതിൻ്റെ ഫ്രീക്വൻസി 5, 40 to 45, അതിൻ്റെ ഫ്രീക്വൻസി 5, 45 to 50, അതിൻ്റെ ഫ്രീക്വൻസി 12, 50 to 55, അതിൻ്റെ ഫ്രീക്വൻസി 10, ടോട്ടൽ 35 വരുന്നു. ഇവിടെ നോക്കൂ, ക്ലാസ്സിന് വഴി 30 to 35 എന്ന് പറഞ്ഞാൽ 30ക്കും 35നും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂവും വരും. പക്ഷേ 35 എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ വരികയാണെങ്കിൽ അത് ആ ക്ലാസ്സിനകത്ത് വരില്ല. തൊട്ടടുത്ത ക്ലാസ് നോക്കൂ, 35 to 40. 35 to 40ൽ ഇപ്പോൾ 35 എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ രണ്ടിടത്തും വരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ 30 to 35 അതിലും വരുന്നു, 35 to 40 രണ്ടാമത്തിലും വരുന്നു. അപ്പോൾ കുട്ടികൾ അതിനെ രണ്ടാമത്തെ ക്ലാസ്സിൽ വേണം ഉൾപ്പെടുത്താൻ. 30 to 35, 35 രണ്ടിടത്തും വരുന്നു. ആദ്യത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ആയിട്ടും രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ 35 എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ വരികയാണെങ്കിൽ അതിനെ ഉൾപ്പെടുത്തേണ്ടത് രണ്ടാമത്തെ ക്ലാസ്സിലാണ്. ഇനി നമുക്ക് ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എങ്ങനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റാം എന്ന് നോക്കാം. ഹൗ ക്യാൻ വി കൺവേർട്ട് ആൻ ഇൻക്ലൂസീവ് ക്ലാസ് ഇൻറ്റു ആൻ എക്സ്ക്ലൂസീവ് ക്ലാസ്? ഇതിനെ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ക്ലാസ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതായത് ആദ്യത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യതിയാനം എടുക്കുക. അതിൻ്റെ പകുതി കണ്ടെത്തുക. ഇപ്പം മിക്കവാറും ആ വ്യതിയാനം 1 ആയിരിക്കും. അതിൻ്റെ പകുതി കണ്ടെത്തുക. അതായത് 0.5 ആണ് 1ൻ്റെ പകുതി. ആ 0.5നെ നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിൽ നിന്നും സബ്ട്രാക്റ്റ് ചെയ്യുകയും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പർ ലിമിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണ് സാധാരണ ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സാക്കി മാറ്റുന്നത്. നോക്കൂ, ഈ എക്സാമ്പിൾ നോക്കൂ. ഇൻക്ലൂസീവ് ക്ലാസ് ആണ് ആദ്യത്തെ കോളത്തിൽ തന്നിരിക്കുന്നത്. 10 to 19, 20 to 29, 30 to 39, 40 to 49, 50 to 59, 60 to 69, 70 to 79. അതിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സാക്കി മാറ്റിയിരിക്കുന്നതാണ്. അതായത് നമ്മളുടെ ഡിഫറൻസ് 19ഉം 20ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അതിൻ്റെ പകുതി എടുത്തു. 1ൻ്റെ പകുതി 0.5. ആ 0.5നെ ഓരോ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിൽ നിന്നും സബ്ട്രാക്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് 10ൽ നിന്ന് 0.5 സബ്ട്രാക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 9.5 വന്നു. ഇനി അപ്പർ ലിമിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നു. 19 ആണ്. 19ൻ്റെ കൂടെ 0.5 ആഡ് ചെയ്തിരിക്കുന്നു. 19.5 വന്നു. ഇനി തൊട്ടടുത്ത ക്ലാസ് 20 ആണ്. 20 to 29 ആണ് തൊട്ടടുത്ത ക്ലാസ്. ആ 20ൽ നിന്നും 0.5നെ സബ്ട്രാക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 19.5. 29ൻ്റെ കൂടെ 0.5നെ ആഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ 29.5 വന്നു. ഇതേ പ്രൊസീജിയറാണ് അവസാനം വരെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ലഭിച്ചതാണ് 29.5 to 39.5, 39.5 to 49.5, 49.5 to 59.5, 59.5 to 69.5, 69.5 to 79.5. ഇനി നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസിയാണ് അടുത്ത കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3, 5, 7, 11, 12, 8, 4. ടോട്ടൽ നമുക്ക് 50 വരികയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സാക്കി മാറ്റുന്നത്. ടോട്ടൽ ഫ്രീക്വൻസി ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ N. ഇനി നമുക്ക് റിലേറ്റീവ് ഫ്രീക്വൻസി എന്താണ് എന്ന് നോക്കാം. റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ സാധാരണ ഫ്രീക്വൻസിയെ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് റിലേറ്റീവ് ഫ്രീക്വൻസി. റിലേറ്റീവ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ F by capital N. റിലേറ്റീവ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു F by capital N. ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ പഠിച്ച ഫ്രീക്വൻസി ടേബിൾ, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിളിൻ്റെ റിലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് 2, 3, 4, 5, 6, 7, 8, 9, 10, 11. സെക്കൻഡ് കോളം ഫ്രീക്വൻസി ആയിരുന്നു 2, 6, 9, 14, 13, 7, 4, 2, 2, 1. ടോട്ടൽ 60 വന്നു. ഇനി ഇതിൻ്റെ റിലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിരിക്കുന്നതാണ് അടുത്ത കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഓരോ ഫ്രീക്വൻസിയെയും ടോട്ടൽ ഫ്രീക്വൻസി 60 ആണല്ലോ, ആ 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മാത്രം മതിയാകും. ആദ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് 2നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ലഭിക്കുന്ന ആൻസറാണ് 0.03. അടുത്തത് 6/60, അപ്പോഴും നമുക്ക് 0.10 കിട്ടും. അടുത്ത 9/60, അപ്പോൾ 0.15. അടുത്ത 14/60, അതായത് 0.23. അടുത്ത 13/60, അപ്പോഴും നമുക്ക് 0.22 വരും. അടുത്ത 7/60, അപ്പോഴും 0.12 വരും. അടുത്ത 4/60, 0.07. 2/60, 0.03. അടുത്ത 2/60 തന്നെ 0.03 വരും. 1/60, 0.02. ലാസ്റ്റ് വരുന്നത് 60/60, അതായത് 1.
ഇങ്ങനെയാണ് റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടോട്ടൽ റിലേറ്റീവ് ഫ്രീക്വൻസി ഷുഡ് ബി 1. നിങ്ങൾക്ക് ടോട്ടൽ 1 വന്നില്ല എങ്കിൽ കുട്ടികൾ മനസ്സിലാക്കിക്കൊള്ളുക എവിടെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പെർസെൻറ്റേജ് ഫ്രീക്വൻസി ടേബിൾ എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. പെർസെൻറ്റേജ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 100 എന്നാണ്. അതായത് F/n ഇൻറ്റു 100, അതായത് റിലേറ്റീവ് ഫ്രീക്വൻസി ഇൻറ്റു 100. Percentage frequency is equal to frequency by total frequency into 100 is equal to F by capital N into 100 is equal to relative frequency into 100. നമ്മൾ നേരത്തെ ചെയ്ത കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ ഉപയോഗിച്ച് നമുക്ക് പെർസെൻറ്റേജ് ഫ്രീക്വൻസി ടേബിൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഫസ്റ്റ് കോളം വെയ്റ്റ്, സെക്കൻഡ് കോളം ഫ്രീക്വൻസി, തേർഡ് കോളമാണ് പെർസെൻറ്റേജ് ഫ്രീക്വൻസി. വെയ്റ്റ് 30 to 35, 35 to 40, 40 to 45, 45 to 50, 50 to 55, 55 to 60, 60 to 65, 65 to 70, 70 to 75, 75 to 80. അടുത്ത കോളം ഫ്രീക്വൻസിയാണ് 3, 5, 5, 12, 13, 8, 7, 5, 1, 1, ടോട്ടൽ 60. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ പെർസെൻറ്റേജ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിരിക്കുന്നത് നോക്കൂ. ഓരോ ഫ്രീക്വൻസിയെയും 60 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ആദ്യം നമ്മുടെ ഫ്രീക്വൻസി 3 ആണ്, അതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, അപ്പോൾ ലഭിക്കുന്നതാണ് 5. അടുത്തത് 5 ആണ്, ആ 5നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, അപ്പോൾ ലഭിക്കുന്നതാണ് 8.33. അടുത്തത് 5/60 × 100, അതും 8.33. അടുത്ത 12/60 × 100, അപ്പോൾ 20. 30/60 × 100, അപ്പോൾ 21.67. 8/60 × 100, 13.33. 7/60 × 100, 11.67. 5/60 × 100, 8.33. 1/60 × 100, 1.67. Again 1/60 × 100, 1.67. റിലേറ്റീവ് ഫ്രീക്വൻസിയുടെ ടോട്ടൽ 100 വരണം. കുട്ടികൾ ചെയ്യുമ്പോൾ കറക്റ്റാണോ ആൻസർ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണത്. റിലേറ്റീവ് ഫ്രീക്വൻസിയുടെ സം എടുക്കുമ്പോൾ 100 വരുന്നോ എന്ന് നോക്കിയാൽ മതിയാകും. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആർ ഓഫ് 2 ടൈപ്സ്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ നമുക്ക് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം, അതിൻ്റെ ഡെഫിനിഷനും നോക്കാം. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പർട്ടിക്കുലർ വാല്യൂ ഈസ് കാൾഡ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദാറ്റ് വാല്യൂ. എക്സാമ്പിൾ ആയിട്ടുള്ള ടേബിൾ നോക്കൂ. ആദ്യത്തെ കോളത്തിൽ നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11. സെക്കൻഡ് കോളത്തിൽ ഫ്രീക്വൻസി 2, 6, 9, 14, 13, 7, 4, 2, 2, 1. ടോട്ടൽ 60 വരുന്നു. ഇനി അടുത്ത കോളത്തിലാണ് നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തേണ്ടത്. ആദ്യത്തെ ഫ്രീക്വൻസി 2 തന്നെ, അത് 2 തന്നെ ആദ്യത്തെ അങ്ങനെ തന്നെ എഴുതുക. ആദ്യത്തെ രണ്ടെണ്ണം ആഡ് ചെയ്ത് എഴുതുക, അതായത് 2ഉം 6ഉം കൂടി ആഡ് ചെയ്ത് എഴുതുക, അപ്പോൾ വരുന്ന ആൻസറാണ് 8. അടുത്തത് 2ഉം 6ഉം 9ഉം കൂടി ആഡ് ചെയ്യുക, അപ്പോൾ വരുന്ന ആൻസറാണ് 17. അടുത്ത ആദ്യത്തെ 4 ആഡ് ചെയ്യുക, 2 + 6 + 9 + 14, അപ്പോൾ ആൻസർ 31 വരും. അടുത്ത ആദ്യത്തെ 5 ആഡ് ചെയ്യുക, 2 + 6 + 9 + 14 + 13, അപ്പോൾ വരുന്ന ആൻസറാണ് 44. ഇങ്ങനെ ആഡ് ചെയ്ത് അവസാനം വരെ എഴുതുക. അങ്ങനെയാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തേണ്ടത്. ടോട്ടൽ നമ്മൾക്ക് 60 തന്നെ വരും. ഇനി ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ നോക്കാം. ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ പർട്ടിക്കുലർ വാല്യൂ ഈസ് കാൾഡ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓർ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഫസ്റ്റ് കോളം നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സാണ്. 2, 3 up to 11 വരെയുണ്ട്, 2, 3 up to 11 വരെയുണ്ട്. അടുത്തത് സെക്കൻഡ് കോളം ഫ്രീക്വൻസിയാണ്. 2 തൊട്ട് 6, 9 അങ്ങനെ ടോട്ടൽ 60 വന്നിരിക്കുന്നു. ഇനി ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നോക്കൂ. ആദ്യം നമ്മൾ എഴുതേണ്ടത് ടോട്ടൽ ഫ്രീക്വൻസി ആയ 60 തന്നെയാണ് മുകളിൽ എഴുതേണ്ടത്. അടുത്തത് നമ്മൾ ആദ്യത്തെ ഫ്രീക്വൻസിയെ സബ്ട്രാക്റ്റ് ചെയ്ത് എഴുതുക, അതായത് 60ൽ നിന്ന് 2നെ സബ്ട്രാക്റ്റ് ചെയ്ത് എഴുതുക, അപ്പോൾ 58 വരും. അടുത്തത് നമ്മൾ അടുത്ത വാല്യൂവിനെ, അടുത്ത ഫ്രീക്വൻസിയെ സബ്ട്രാക്റ്റ് ചെയ്ത് എഴുതുക, അതായത് 58ൽ നിന്ന് 6നെ സബ്ട്രാക്റ്റ് ചെയ്ത് എഴുതുക, അപ്പോൾ 52 വരും.
അങ്ങനെ ഓരോ ഫ്രീക്വൻസിയെയും സബ്ട്രാക്ട് ചെയ്ത് എഴുതുന്നതാണ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ലാസ്റ്റ് വന്നപ്പോൾ നമുക്ക് 1 വന്നു. കുട്ടികൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തുന്നത് ആദ്യം ടോട്ടൽ ഫ്രീക്വൻസി എഴുതുക, എന്നിട്ട് ഓരോ ഫ്രീക്വൻസി സബ്ട്രാക്ട് ചെയ്ത് എഴുതുന്നതാണ്. അല്ലാതെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയെ തലതിരിച്ച് പിടിച്ച് എഴുതുന്നതല്ല. അങ്ങനെ ചെയ്താൽ ആൻസർ തെറ്റിപ്പോകും. ആദ്യത്തെ 1-2 വാല്യൂ മാത്രമേ കറക്റ്റായിട്ട് വരികയുള്ളൂ. ഇത്രയും നേരം ശ്രദ്ധയോടുകൂടി ക്ലാസ് ശ്രദ്ധിച്ചിരുന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു.